Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം രജിസ്ട്രേഷന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ ചെയ്യുക. സോ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജ് സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പോർഷൻസ് ഒക്കെ അവസാനിപ്പിക്കാൻ സാധിക്കുക, ഏത് സ്ട്രാറ്റജിയാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ കുട്ടികളുടെ ഭാഗത്ത് വന്ന ചോദ്യങ്ങളാണ്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സബ്ജക്ട് ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്, ദെൻ പ്രോബ്ലം പേപ്പേഴ്സ് ഏതൊക്കെ, തിയറി പേപ്പേഴ്സ് ഏതൊക്കെ, എങ്ങനെ പഠിക്കണം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സെക്കൻഡ് സെമസ്റ്ററിലെ 5 പേപ്പറിന് നമ്മൾ കോച്ചിങ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ സെക്കൻഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് മെജോറിറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം, ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് 5 സബ്ജക്ട്സ്, ഫസ്റ്റിലത്തെ പോലെ തന്നെ 5 പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 3 പ്രോബ്ലം പേപ്പേഴ്സും അതുപോലെ തന്നെ 2 തിയറി പേപ്പേഴ്സും ആണുള്ളത്. സോ 3 പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പേപ്പറാണ് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, രണ്ടാമത് വരുന്നത് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്, മൂന്നാമത് മാനേജ്മെന്റ് സയൻസ്. ഇങ്ങനെ 3 പ്രോബ്ലം പേപ്പേഴ്സും പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റും ഇന്റർനാഷണൽ ബിസിനസ്സും 2 തിയറി പേപ്പേഴ്സും ആണ് വരുന്നത്. സോ ഈ ഒരു സെമസ്റ്ററിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്ത് പഠിക്കേണ്ടതാണ്. കാരണം പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഘടാഘടികന്മാരായിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സാണ്. എസ്പെഷ്യലി അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വലിയൊരു സബ്ജക്റ്റാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ പാസ്സാക്കാൻ സാധിക്കുള്ളൂ. 3 പ്രോബ്ലം പേപ്പർ എന്ന് തന്നെ പറഞ്ഞാൽ അറിയാലോ. തിയറി പേപ്പർ ആണെങ്കിലും കുറച്ചും കൂടി ഡെപ്തിലുള്ളതാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഇൻ്റർനാഷണൽ ബിസിനസ്സും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ തന്നെ കഴിയുള്ളൂ. ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ പലപ്പോഴും കുട്ടികൾ പറഞ്ഞ ഒരു കാര്യം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എസ്പെഷ്യലി സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടില്ല, കോൺടാക്ട് ക്ലാസ്സിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും. സ്റ്റഡി മെറ്റീരിയലൊക്കെ അവസാനത്തേക്ക് ആവാം, കോൺടാക്ട് ക്ലാസ് അവസാനത്തേക്ക് ആവാം, കിട്ടണം എന്നും നമുക്ക് അവരെങ്ങനെയെങ്കിലൊക്കെ അതെടുത്ത് അവസാനിപ്പിക്കും. അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മുടെ ചാനലിലൂടെ അതിന് വേണ്ടിയുള്ള എൻ്റെ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ 5 പേപ്പറിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് മേടിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, സ്റ്റഡി മെറ്റീരിയൽ പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരിക്കും, കിട്ടാനും ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റഡി മെറ്റീരിയൽസ് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് 5 പേപ്പറിൽ മാനേജ്മെൻറ്റ് സയൻസ് ഈ ഒരു സബ്ജക്റ്റിന് മാത്രം നിങ്ങൾ LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഞാൻ ട്യൂട്ടിക്ക് സജസ്റ്റ് ചെയ്തതാണല്ലോ ഫസ്റ്റിൽ. അതുപോലെ തന്നെ LR പോറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. ബാക്കി 4 സബ്ജക്റ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അങ്ങനെ പറഞ്ഞാൽ മതി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക. ഇതാണ് നിങ്ങൾക്ക് മേടിച്ച് പഠിക്കാൻ. ബിക്കോസ് ആ ഒരു രീതിയിൽ ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറ്. അപ്പോൾ 4 സബ്ജക്ട്സ്, ബാലൻസ് ഉള്ള 4 സബ്ജക്ട്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കും മാനേജ്മെൻറ്റ് സയൻസ് LR പോറ്റി, അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് അവർ ഇടാറ്. ഏറ്റവും കംഫർട്ടബിൾ അതാണ്. ഓക്കെ, വേറെ ഒരു സജഷനും ഇല്ല. ക്യൂട്ടിയുടെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ LR പോറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ബുക്കിൻ്റെ സജഷൻസ്. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം നമുക്ക്. ആദ്യത്തെ ഏറ്റവും ഞാൻ പറഞ്ഞു ഘടാഘടികം പേപ്പർ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നമ്മൾ BCOMന് 3rd സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ്
മൊഡ്യൂൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നിങ്ങൾ തേർഡ് സെമസ്റ്റർ ബികോമിന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് കുറച്ചും കൂടി ഡെപ്തിൽ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങൾ ഡിഗ്രിക്ക് വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, അത് ഡെപ്തിൽ പഠിക്കാനുള്ളതാണ്. മെയിനായിട്ട് എക്സാമിന് എസ്സേ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. പ്രോബ്ലംസ് ആണ് മെയിനായിട്ട്, ഇതൊക്കെ പ്രോബ്ലംസാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് എസ്സേക്ക് വരെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഡിഗ്രിക്ക് പഠിച്ച കൺസോളിഡേറ്റഡ് അത് തന്നെ, അത് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാനുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ മൊഡ്യൂൾ. ദെൻ അക്കൗണ്ടിങ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് അടുത്തതായിട്ട് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് ലിക്വിഡേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് മൊഡ്യൂൾ നമ്പർ 2 വരുന്നത്. രണ്ടും പ്രോബ്ലംസ് തന്നെ, 2 ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അമാൽഗമേഷൻ അതാണ് അക്കൗണ്ടിങ് ഫോർ മെർജേഴ്സ്, അക്വിസിഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ, ഇന്റേണലും എക്സ്റ്റേണലും, മനസ്സിലാവുണ്ടോ? പിന്നെ ലിക്വിഡേഷൻ, ഈ 2 ടോപ്പിക്കുകളാണ് സെക്കൻഡ്. അപ്പോൾ അതും എസ്സേക്കൊക്കെ വരുന്ന ഇതൊക്കെ വലിയ ടോപ്പിക്കുകളാണ്, വലിയ ചാപ്റ്റേഴ്സ്. അതൊക്കെ ഒരുപാട് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ 2 മൊഡ്യൂളാണ് ഏറ്റവും വലിയ മൊഡ്യൂൾസ്. ഈ 2 മൊഡ്യൂൾസ് തന്നെയാണ് എസ്സേയും കാര്യങ്ങളൊക്കെ വരാറ് കേട്ടോ. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ ആണ്. അതൊക്കെ എന്താ പറയുക, കൺസെപ്റ്റ് തിയറിയും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂൾ നമ്പർ 3 വരുന്നത്. മറ്റേ 2 മൊഡ്യൂളിനെ പോലെ വലിയ ചാപ്റ്റേഴ്സ് അല്ല. അക്കൗണ്ടിങ് ഫോർ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് തിയറി കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതൽ വരുന്നത്. ദെൻ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫോർ ലീസ്, റവന്യൂ ആൻഡ് ലീസസ്, ഇതിലും ഈ പറഞ്ഞ തിയറിയും പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ലീസിങ്ങിനെ പറ്റിയുള്ള കൺസെപ്റ്റ്, അതിൻ്റെ ചെറിയ പ്രോബ്ലംസ്, തിയറി, അതുപോലെ തന്നെ റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്, അതിലും തിയറി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ചും കൂടി എന്താണ് മറ്റേ മൊഡ്യൂളത്തെ പോലെ വലിയ മൊഡ്യൂളല്ല. പിന്നെ വരുന്നത് മൊഡ്യൂൾ നമ്പർ 5 മോഡേൺ കൺസെപ്റ്റ്സ് ഇൻ അക്കൗണ്ടിങ്, തിയറിയാണ്, മൊത്തം തിയറിയാണ് ഇതിൽ നിന്ന് വരാറ് സാധാരണ. ഈ പറയുന്ന ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ്ങിൽ നിന്നൊക്കെയാണ് ചിലപ്പോൾ ഒരു പ്രോബ്ലം വന്നു എന്ന് പറയാൻ സാധിക്കുക. ബാലൻസ് ഒക്കെ തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഘടാഘടികൻ മൊഡ്യൂൾസ് എന്ന് പറയുന്ന ഫസ്റ്റ് 2 മൊഡ്യൂളാണ്. എസ്സേ 2 വരുന്നതൊക്കെ ഈ ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്നാണ്. 3 ടോപ്പിക്സ് ഉണ്ട് ഈ 2 മൊഡ്യൂളും കൂടിയിട്ട്, ഫസ്റ്റും സെക്കൻഡും. ഇത് അവസാനിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി വരിക. ബാക്കി 3 മൊഡ്യൂൾ അവസാനിപ്പിക്കാൻ അത്രത്തോളം സമയം വേണ്ടി വരില്ല. തിയറിയാണ് മൊഡ്യൂൾ നമ്പർ 5 മെയിനായിട്ട് വരുന്നത്. പിന്നെ ഈ ലീസിങ്ങും പിന്നെ റവന്യൂ ഫ്രം കോൺട്രാക്ട്, ടാക്സേഷൻ, അതൊക്കെ കൂടിയിട്ട് മറ്റൊരു മൊഡ്യൂൾ. ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് 2 മൊഡ്യൂൾ അവസാനിപ്പിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വരിക. അപ്പോൾ പ്രോബ്ലം പഠിക്കേണ്ട ഒരു നിവൃത്തിയില്ല, അതും കട്ടക്ക് നിൽക്കുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസേ കാണില്ല, വെറുതെ തീരടിച്ച് പോയിട്ടുള്ള. അപ്പോൾ അത് പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മൊത്തം പ്രോബ്ലംസ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് വരാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ഒരു സബ്ജക്റ്റ്. ഇനി രണ്ടാമത് വരുന്നത് നമുക്ക് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്, തിയറിയാണ് വരുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്യുവർ തിയറി സബ്ജക്റ്റ് ആണ്. ലോങ് ടൈം ഡിസിഷൻസ് ഒരു സ്ഥാപനത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊള്ളേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി, ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്ഥാപനത്തിന് നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ അനാലിസിസ്, എക്സ്റ്റേണൽ അനാലിസിസ്, കോമ്പറ്റീറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതൊക്കെയാണ് ഇവിടെ. എന്താണ് സ്ട്രാറ്റജി? ലോങ് ടൈം ഡിസിഷൻസ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എടുക്കുന്നതാണ് സ്ട്രാറ്റജി. അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ബേസിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂള്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പല അനാലിസിസ്, എൻവയോൺമെൻറ്റ് അനാലിസിസ്, പിന്നെ രണ്ടാമത് സ്പെഷ്യലായിട്ടുള്ള പല ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ്, പോർട്ടറുടെ, മിൻസ്ബർഗിൻ്റെ, ഇതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 പല കേസസ് ഉണ്ട്. ദെൻ സ്ട്രാറ്റജി, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നമുക്കെപ്പോഴും ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിക്ക് നമ്മൾ ചെയ്യേണ്ട എൻറ്റയർ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ള. എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വായിക്കാനുണ്ട് നമുക്ക് ഇവിടെ കേട്ടോ. തിയറിയാണ്, പ്യുവർ തിയറി, നോ പ്രോബ്ലം ഫോർ ദാറ്റ്. ഇനി മൊഡ്യൂൾ സബ്ജക്ട് നമ്പർ 3 സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ്, അടുത്ത പ്രോബ്ലം പേപ്പർ. കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ 4th സെമസ്റ്ററിൽ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ്, ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി, തിയറി കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബേസിക് മൊഡ്യൂളാണ് ആദ്യത്തെ വരുന്നത്. അതിനുശേഷം
പെർഫോമൻസ് മെഷർമെൻറ്റ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് യൂണിറ്റ്, ദെൻ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള കോസ്റ്റിംഗ് കാര്യങ്ങൾ, കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് മൊഡ്യൂൾ നമ്പർ 2. അതിലും കുറച്ച് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആണ് വരുന്നത്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ. മൊഡ്യൂൾ നമ്പർ 3 ആണ് എസ് ഐക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് എസ് ഐക്ക് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോസസ് കോസ്റ്റിംഗ്. അതിൻ്റെ ഡെപ്തിലുള്ള ജോയിൻറ്റ് പ്രൊഡക്റ്റ് മറ്റൊരു ടോപ്പിക്ക്, പ്രോബ്ലംസ്, അതിൻ്റെ ഡീറ്റെയിൽ ബൈ പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു 3 ടോപ്പിക്കുകൾ പ്രോബ്ലംസ് വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 3. ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കേട്ടോ. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 4ഉം നല്ല രീതിയിൽ കവർ ചെയ്യാനുള്ളതാണ്. ഒരുപാട് പുതിയ ടോപ്പിക്കുകൾ ഉണ്ട് നമുക്ക്. ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് ആണ്, അബ്സോർപ്ഷൻ, മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ABC, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൈസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കവർ ചെയ്യാനുണ്ട്. തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, ത്രൂപുട്ട് അക്കൗണ്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൊഡ്യൂൾ നമ്പർ 4 ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ എക്സ്പെക്ട്. ഒക്കെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്, ലോങ് ടൈം ഡിസിഷൻസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡെപ്തിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഡിഗ്രിക്ക് 4 സെമസ്റ്ററിൽ പഠിച്ചതിനായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ ടീമുകൾ. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ നമ്പർ 5 എന്ന് പറയുന്നതിലും ഏറ്റവും പുതിയ സ്ട്രാറ്റജിക് കോസ്റ്റിംഗ് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ, ദെൻ കേസ് ആൻഡ് TPM, തിയററ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലം നമുക്ക് നല്ല രീതിയിൽ പുതിയ അക്കൗണ്ടിങ് കാര്യങ്ങളുടെ പ്രോബ്ലംസ് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. തിയറിറ്റിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പ്രോബ്ലംസ് നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്. ഒക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച് കഴിഞ്ഞത് ബേസിക്സാണ്. ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ബേസ് സ്റ്റാർട്ടിങ്ങിൽ ഒരു മൊഡ്യൂൾ വരുന്നു, ബാക്കിയൊക്കെ പുതിയതാണ് നമുക്ക് പഠിക്കാനുള്ള. പുതിയ പ്രോബ്ലംസ്. പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട് നിങ്ങൾ 4th പഠിച്ചു, ബാക്കിയൊക്കെ പുതിയതാണ്. ഓക്കെ, ഒരുപാട് പ്രോബ്ലംസ് പുതിയത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾക്ക് ടൈം എടുത്ത് പഠിക്കേണ്ടതൊക്കെ പുതിയതായിരുന്നു. ഇനി ഇതാ 30% മാത്രം തിയറി, 70% പ്രോബ്ലം. ഓക്കെ, നമുക്ക് മറ്റേ സ്ട്രാറ്റജിക് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് ഞാനത് കാണിച്ചില്ല പെർസെൻറ്റേജ് അവർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. 30% തിയറി, 70% പ്രോബ്ലം അതിലും. ഓക്കെ, പ്രോബ്ലം പേപ്പറാണ്, 30% മാത്രമാണ് തിയറി ഈ 2 സബ്ജക്റ്റിലും കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇൻ്റർനാഷണൽ ബിസിനസ് തിയറി സബ്ജക്റ്റാണ്. അവിടെയും ഒരുപാട് വായിക്കാനുണ്ട്. ആ സബ്ജക്റ്റിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഒരു കമ്പനിക്ക് പല രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അറിയേണ്ട ബേസിക് ടേമുകൾ ഇതൊക്കെയാണ്. ബേസിക് ടാരിഫ്, ഓരോ റീജിയനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ബാരിയേഴ്സ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അങ്ങനെ ബേസിക്കാണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ള. ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് മൊഡ്യൂൾ നമ്പർ 2 ഒരുപാട് വായിക്കാനുണ്ട് കേട്ടോ. ദെൻ ഒരു സ്ഥാപനം മറ്റൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ലൊക്കേഷനെ പറ്റിയിട്ടുള്ള ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ പല മെർജേഴ്സും അക്വിസിഷൻസും ഒക്കെ നടത്തേണ്ടതായിരിക്കും, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. പിന്നെ പല കരാറുകൾ ഒരു രാജ്യം വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ASEAN, WTO, GATT, അങ്ങനെയുള്ള കാര്യങ്ങൾ, വേൾഡ് ബാങ്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് മൊഡ്യൂൾ MNCനെ പറ്റിയിട്ടുള്ളത് ഒക്കെ വലിയ കാര്യങ്ങളാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെയും ഒരുപാട് വായിക്കാനുണ്ട്, തിയറി ആണ്. ലാസ്റ്റ് 5ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് സയൻസ് ആണ്. നമ്മൾ QT പഠിച്ചു, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, വേറെ ലെവൽ സാധനം. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. LRPT എന്തായാലും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. മൊത്തം ടെക്നിക്സാണ്, പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് കേട്ടോ. പ്രോബ്ലംസ് പഠിക്കുക തന്നെ. ആദ്യം മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ, ബേസിക്സ്, ദെൻ LPP, ലീനിയർ പ്രോഗ്രാമിംഗ്. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കാം. പുതിയ സിലബസിലുള്ള ആൾക്കാർ, പഴയ സിലബസിലുള്ള ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം, അതാണ് മൊഡ്യൂൾ നമ്പർ 2 വരുന്നത്, അത് മൊത്തത്തിൽ പഠിക്കാനുണ്ട്. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ക്യൂയിങ് തിയറി, അതാണ് മൊഡ്യൂൾ നമ്പർ 3. പിന്നെ പ്രോജക്റ്റ് ഷെഡ്യൂളിങ്, CPM, PERT ഒക്കെ പ്രോബ്ലംസ് ആണ്.
പിന്നെ മാർക്കോ ചെയിൻസ് എന്താണ്, തിയറി, ഗെയിം തിയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 5. മൊത്തം പ്രോബ്ലംസാണ് ഈ ഒരു സബ്ജക്റ്റ്. കുറച്ച് മാത്രമാണ് തിയറി, 30% തിയറി, 70% പ്രോബ്ലം. ഇതാണ് സെക്കൻഡ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിൻ്റെയും ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ 5 പേപ്പറിനെ പറ്റിയിട്ടുള്ള മൊത്തം കാര്യങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ്? നമ്പർ 1 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്പർ 2 എന്ന് പറയുന്നത് പ്രോബ്ലത്തിൽ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് നമുക്ക് രണ്ടാമത് വരുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ മൂന്നാമത് മാനേജ്മെൻറ്റ് സയൻസ് MS. പിന്നെ ഇത് 3 പ്രോബ്ലം പേപ്പേഴ്സ്. ദെൻ നാലാമത് വരുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അഞ്ചാമത് വരുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇതാണ് നമ്മൾ 5 പേപ്പർ. ആദ്യത്തെ 3 പ്രോബ്ലം പേപ്പേഴ്സാണ് വരുന്നത്. ബാക്കി 2 തിയറി പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ള. അപ്പോൾ ഇതിലൊക്കെ 30% മാത്രമാണ് തിയറി, ബാക്കി 70% പ്രോബ്ലംസ് ആണ്. 3 കട്ടയ്ക്ക് നിൽക്കുന്ന സബ്ജക്ട്സ് ആണ്. ഇതൊക്കെ കുറേ പഠിക്കാനുണ്ട്. ഇതും പ്രോബ്ലംസ്, ഇതിനും പുതിയ കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലേ കഴിയുള്ളൂ. തിയറി ആണെങ്കിലും കുറേ വായിക്കാനുള്ള, തിയറി ഒക്കെ വലിയ വലിയ സംഭവങ്ങളാണ് പഠിക്കേണ്ടത്. ചെറിയ കളികളൊന്നുമില്ല, ഒക്കെ വലിയ വലിയ കളികളാണ് സെക്കൻഡ് സെമസ്റ്ററിലത്തെ പേപ്പറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് 5 സബ്ജക്ട്സ് ഉള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് വിരിക്കുന്നു. ഏതൊക്കെ ബുക്ക് ഞാൻ പറഞ്ഞു, MS മാത്രം, മാനേജ്മെൻറ്റ് സയൻസിന് മാത്രം LR പോറ്റി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ്. സ്റ്റഡി മെറ്റീരിയൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. കോൺടാക്ട് ക്ലാസ്സിനും സ്റ്റഡി മെറ്റീരിയലിനും വെയിറ്റ് ചെയ്യരുത്. ഈ ബുക്കുകൾ മേടിക്കുക, പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് കാര്യങ്ങൾ. എക്സാം നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചതുകൊണ്ട് തന്നെ 4th സെമസ്റ്റർ കഴിഞ്ഞിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4th സെമസ്റ്റർ ഇതിനായിട്ട് മുമ്പ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4th കഴിഞ്ഞാൽ, 4th ഒരു ഏപ്രിൽ അവസാനമോ മെയിലൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉണ്ടായിരിക്കും. കാരണം ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ 2 സെമസ്റ്ററിൻ്റെയും എക്സാംസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പെടാപാട് വിടുന്നത് യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്നത്, ഇപ്പോൾ ഫെബ്രുവരിയിൽ കഴിഞ്ഞു. സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും പെട്ടെന്ന് തന്നെ അവസാനിക്കും. റെഗുലറും ഡിസ്റ്റൻസും ഒരുമിച്ച് എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ റെഗുലർ സ്റ്റുഡൻസിൻ്റെ പോർഷൻസൊക്കെ അവർ ഓൾറെഡി ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററൊക്കെ എടുത്ത് കഴിയാറായിട്ടുണ്ടാവും. ഡിസ്റ്റൻസിൻ്റെ ആണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. 2 പേരുടെ ഓരോ പേപ്പറാണ്. അപ്പോൾ ഒക്കെ ഒരേപോലത്തെ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക, റെഗുലർ സ്റ്റുഡൻസ് ആണെങ്കിലും. ഓക്കെ, ദെൻ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ സ്ഥാപനത്തിലെ ക്ലാസ്സിന് ഇപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ജോയിൻ ചെയ്യാൻ സാധിക്കും. അറ്റ് പ്രസൻറ്റ് പ്രോബ്ലം പേപ്പേഴ്സാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള. തിയറി തുടങ്ങാൻ പോകണേ ഉള്ളൂ. ജോയിൻ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഡൗട്ടിൻ്റെ അതനുസരിച്ച് ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.